Hi, hello everyone. Welcome to our new session. Today we are going to explore the novel of Nathan Gordimer, The Conservationist. He is a renowned South African writer and Nobel laureate. The Conservationist by Nathan Gordimer was published in the year 1974. It's a thought-provoking novel that explored the complexities of South African society during apartheid era. Through the story of Mehering, a wealthy businessman, Gordimer masterfully weaves together themes of identity, morality, and tensions between different racial and social groups. Let's dive into this powerful and haunting novel and uncover its deeper meanings. സൗത്ത് ആഫ്രിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് നഥൻ ഗോർഡിമർ എന്ന് പറയുന്നത്. ഒരു റവല്യൂഷണറി റൈറ്ററാണ്. ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ നോവല് ഒരു റൂട്ട് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പർത്തൈഡ്. അപ്പർത്തൈഡ് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റേഷ്യൽ സെഗ്രിഗേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഓഫ് എൻഫോഴ്സ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഫ്രം 1948 ടു 1994. അതായത് സൗത്ത് ആഫ്രിക്കയിൽ 1948 മുതൽ 1994 വരെ ഈ ബ്ലാക്സും വൈറ്റും തമ്മിലുള്ള റേഷ്യൽ ഡിഫറൻസ് നിലനിന്നിരുന്നു. അതിനെയാണ് നമ്മൾ അപ്പർത്തൈഡ് മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഈ അപ്പർത്തൈഡ് മൂവ്മെന്റ് ആണ് ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ നോവലിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ്ഡ് ദ സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻ ഓഫ് ദ നോൺ വൈറ്റ് മെജോറിറ്റി ബൈ ദ വൈറ്റ് മൈനോറിറ്റി ഗവൺമെന്റ് ഡിക്റ്റേറ്റിംഗ് വേർ പീപ്പിൾ കുഡ് ലീവ്, work and access education and political participation based on their race. The term apartheid is Afrikaans for separateness or being apart. Then let's move to the summary of the novel. Nathan Gordimer's. In South Africa, under apartheid, Mehering is a rich white businessman who is not satisfied with his life. His ex-wife has gone to America. His liberal son, that is Terry, who is probably referred as a gay in this novel. He criticized his father as a conservative capitalist ways, and also Mehering's lovers and colleagues do not actually seem interested in him. ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ നോവലിലെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെഹറിംഗ് എന്ന് പറഞ്ഞ ഒരു വൈറ്റ് റിച്ച് ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ്. അയാൾ തന്റെ ലൈഫായിട്ട് തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അയാൾക്കൊരു എക്സ് വൈഫ് ഉണ്ട്. അവരൊക്കെ വിട്ടിട്ട് അമേരിക്കയിലേക്ക് പോകും. പിന്നെ ഇവർക്കൊരു സണ്ണുണ്ട്, ദാറ്റ് ഈസ് ചെറി എന്ന് പറയുന്നത് ഒരു ലിബറൽ ആയിട്ടൊരു ക്യാരക്ടറാണ്. ഇതിൽ മെഹറിംഗ് എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ടെറീനെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു നോവലിൽ ചെറീനെ ഒരു ഗേ ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നത് എന്താണ്, നമ്മളുടെ മെഹറിങ്ങിന്റെ ഫ്രണ്ട്സ്, കൊളീഗ്സ് ഇവരൊക്കെ എങ്ങനെയാണെന്നാണ്. ഇയാൾ വലിയ പണക്കാരനായതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയും പിന്നീട് അവനോടുള്ള ഇൻട്രസ്റ്റ് വിട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇവനെ വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ മെഹറിങ്ങിന് ഒരുപാട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ അവനോടുള്ള ഇൻട്രസ്റ്റ് വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. On a whim, Mehring buys a 40-acre farm outside the city, afterwards trying to explain this purchase to himself as a search for a higher meaning in life. പിന്നീട് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയ മെഹറിങ് സൗത്ത് ആഫ്രിക്കയിലെ തന്നെ സിറ്റിയിൽ ഒരു 400 ഏക്കർ ഫാം വാങ്ങിക്കുന്നുണ്ട്. ഇത് വാങ്ങിക്കുന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് മെഹറിങ് കരുതുന്നത് തന്റെ ലൈഫിൽ ഇനിയും ഹയർ ആയിട്ടുള്ള മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാം വാങ്ങിച്ചതെന്നാണ്. പക്ഷെ ഒരു സഡൻ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് ശരിക്കും. ബട്ട് റിയാലിറ്റി അങ്ങനെയാണ്. ബട്ട് ഹി ബിലീവ്സ് ദാറ്റ് ഹി വാണ്ട്സ് ടു മേക്ക് ഹിസ് ലൈഫ് മോർ മീനിങ്. But it is clear that Mehring knows next to nothing about farming and that black workers run it. Mehring is simply an outsider, an intruder on a daily life of his farm. പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, മെഹറിങ്ങിന് ഫാമിങ്ങിനെ പറ്റിയോ ഒരു ധാരണയുമില്ല. ആ ഫാമിൽ വർക്ക് ചെയ്യുന്നത് മൊത്തം ബ്ലാക്ക് പീപ്പിൾസ് ആണ്. അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് മെഹറിങ്ങിന് ആ ഫാമിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ മെഹറിങ് സ്വമേധയാ വിചാരിച്ചിരിക്കുകയാണ് ഹി നോ ഓൾ ദ തിങ്സ് അബൌട്ട് ഫാമിങ്. മെഹറിങ് ഫാമിലുള്ളപ്പോൾ ഫാമിലെ എല്ലാ കാര്യങ്ങളും, മെഹറിങ് ഇല്ലാത്ത സമയത്ത് ഫാമിലിയും അവിടുത്തെ വർക്കേഴ്സിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ് ജാക്കോബ്സൺ എന്ന് പറയുന്നത്. ജാക്കോബ്സൺ ഹീസ് എ ഗുഡ് മാൻ. അയാൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ മെഹറിങ് ഒരു വൈറ്റ് ഡൊമിനൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലാക്കിനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ബെനിഫിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. അവർക്ക് നല്ലപോലെ ഫുഡ് പോലും മെഹറിങ് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ജാക്കോബ്സൺ മെഹറിങ് ഇല്ലാത്ത സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും ഹി ടേക്ക് കെയർ ഓഫ് ദം.
മെഹറിൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു തന്റെ പെട്ടെന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് ഈ ഫാം വാങ്ങിച്ചതെന്നും അതിലൂടെ തന്റെ ലൈഫിൽ ഇനിയും ഹയർ മീനിങ് ഉണ്ടാക്കാൻ കഴിയുമെന്നും. പക്ഷേ അതിന്റെ പിന്നിലുള്ള റിയൽ ആയിട്ടുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ അവിടെ ബ്ലാക്സിനെ കൊണ്ട് ചൂഷണം ചെയ്യിച്ച് പണിയെടുക്കാം, അവർക്ക് തുച്ഛമായ കൂലി കൊടുത്താൽ മതി, അവരുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ബെനിഫിറ്റ് ആയിട്ട് ടാക്സും വാങ്ങിക്കാൻ കഴിയും. പിന്നെ എല്ലാ ഫാമിലെ കാര്യങ്ങളും നോക്കിയിരുന്നത് അവിടുത്തെ ഫോർമാൻ ആയിട്ടുള്ള ജാക്കോബ്സനാണ്. മെഹറിൻ ഇതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു വൈറ്റ് ഡൊമിനൻസിൽ അവരെ ഭരിക്കുക മാത്രമാണ് മെഹറിൻ ചെയ്തിരുന്നത്. അവർക്ക് കറക്റ്റായിട്ട് ഫുഡ്, ക്ലോത്ത്സ്, അവരുടെ കൂലി ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡൊമിനൻസ് ആയിരുന്നു ഒരു ഫാമിലും കൂടെ അവിടെ നിലനിന്നിരുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ അപ്പർത്തൈഡ് സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. വൈറ്റും ബ്ലാക്സും അത്രയും ഒരു റേഷ്യൽ ഡിഫറൻസ് അവിടെ കാണിച്ചിരുന്നു. അവിടുത്തെ ഗവൺമെന്റും പൊളിറ്റിക്സും എല്ലാവരും ഈ വൈറ്റിന്റെ ഭാഗത്തായിരുന്നു. ആരും ബ്ലാക്സിന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വൺ ഡേ മെഹറിൻ വിസിറ്റ്സ് ദ ഫാം വിത്ത് ഹിസ് ന്യൂ ഗേൾഫ്രണ്ട് അന്റോണിയ. പിന്നീട് ഒരു ദിവസം മെഹറിൻ തന്റെ പുതിയ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അന്റോണിയായിട്ട് ആ ഫാം വിസിറ്റ് ചെയ്യാൻ പോയി. പക്ഷേ അവരുടെ റിലേഷൻഷിപ്പ് അധികകാലം നിലനിന്നില്ല. അന്റോണിയയ്ക്ക് മെഹറിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് വിട്ടിട്ട് അവനെ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അന്റോണിയ എന്തുകൊണ്ടാണ് മെഹറിങ്ങിനെ വിട്ടിട്ട് പോയതെന്ന്. മെഹറിങ്ങിന്റെ കൂടെ അന്റോണിയ കൂടിയത് അവന്റെ പൈസയും മറ്റും കണ്ടിട്ടാണെങ്കിൽ കൂടെ ഷീസ് ലിബറൽ ക്യാരക്ടർ. അന്റോണിയ കുറച്ച് ലിബറൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ ഫാം വിസിറ്റ് ചെയ്തപ്പോൾ അന്റോണിയ കണ്ടിട്ടുണ്ട് മെഹറിൻ എങ്ങനെയാണ് ആ ഫാമിലെ വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അന്റോണിയ മെഹറിങ്ങിനെ വിട്ടിട്ട് പോകുന്നത്. After that incident, one day the black foreman Jacobus finds an unidentified dead body on the farm. Since the dead man is black, the police find no urgency to look into the case and simply bury the body on the spot where it was found. അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം ഒരു ദിവസം അവിടുത്തെ ഫോർമാൻ ആയിട്ടുള്ള ജാക്കോബസ് ഫാമിൽ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി കാണുകയാണ് ചെയ്യുന്നത്. അത് മെഹറിങ്ങിനെയും പോലീസിനെയൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ അതൊരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഡെഡ് ബോഡി ആയതുകൊണ്ടും അതിലേറെ അതൊരു ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി ആയതുകൊണ്ടും അത് ആരെയും അറിയിക്കാതെ ഇവരെല്ലാവരും കൂടി അവിടെയുള്ള ഫാമേഴ്സിനെ കൊണ്ട് എവിടെ നിന്നാണോ ആ ഡെഡ് ബോഡി കണ്ടത് അവിടെ തന്നെ ബറി ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് അതൊരു ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി ആയതുകൊണ്ട് മാത്രമാണ് മെഹറിങ്ങും പോലീസുകാരും സിമ്പിളായിട്ട് ആ ഡെഡ് ബോഡി അവിടെ തന്നെ ബറി ചെയ്തത്. പക്ഷേ ഇതൊരു വൈറ്റ് മെന്നോ ഒരു വുമണോ ആയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, അതെല്ലാം അന്വേഷിച്ചിട്ടായിരിക്കും അവർ അത് കണ്ടെത്താൻ ശ്രമിക്കും. അതിൻ്റെ ബാക്കിൽ എന്ത് പറ്റി, അതിൻ്റെ റീസൺ എന്താണ്, അതൊക്കെ അവർ അന്വേഷിക്കും. പക്ഷേ ഇവിടെ ഒരു ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി ആയതുകൊണ്ട് മാത്രമാണ് പോലീസ് എല്ലാ കാര്യങ്ങളും ഇഗ്നോർ ചെയ്ത് സിംപ്ലി അത് കുഴിച്ചു മൂടിയത്. ഇതിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വൈറ്റും ബ്ലാക്കും ട്രീറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. വൈറ്റ് പീപ്പിൾസിൻ്റെ, അതായത് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എത്രത്തോളം ബ്ലാക്ക് പീപ്പിളിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത്രയും ഡൊമിനൻസ് ആണ് സൗത്ത് ആഫ്രിക്കയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. Then the idea of an unknown black man buried on his land begins to haunt Meherin. അതിനുശേഷം മെഹറിങ്ങിന്റെ ഫാമിൽ നിന്ന് ഫൈൻഡ് ചെയ്ത ആ ഡെഡ് ബോഡി, ആ ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി മെഹറിങ്ങിനെ ഹോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് മെഹറിങ്ങിന്റെ സ്വപ്നങ്ങളിലൂടെയും എവിടെ പോവാണെങ്കിലും അതിന്റെ നിഴലായിട്ടും എപ്പോഴും നമ്മളങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മെഹറിങ്ങിന് തോന്നി തുടങ്ങും. അതായത് ഒരു ഗോസ്റ്റിന്റെ ഒരു ഫീലിംഗ് ആണ് മെഹറിങ്ങിന് വരിക. എവിടെ പോയാലും മെഹറിങ്ങിന് ഒരു സമാധാനക്കേട് വന്നു തുടങ്ങും. അത് മെഹറിങ്ങിന് അത് ഹോണ്ട് ചെയ്തു തുടങ്ങും. അതാണ് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ സിറ്റി ഈസ് ഓവർഫ്ലോഡ് ബൈ ഫ്ലഡ്. And the flood bring back the body to the surface. But this time the farm workers, they give him a proper burial as if he were a family member of them. സൗത്ത് ആഫ്രിക്കയിൽ മെഹറിങ്ങിന്റെ ഫാം നിൽക്കുന്ന സ്ഥലങ്ങളിൽ വലിയൊരു പ്രളയം വരികയും ആ പ്രളയത്തിന്റെ ആഘാതത്തിൽ ശക്തിയിൽ അവർ ബറി ചെയ്ത ആ ബ്ലാക്ക് മാൻ്റെ ഡെഡ് ബോഡി സർഫസിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആ തിരിച്ചു വന്ന ഡെഡ് ബോഡി കാണുന്നത് ഈ ഫാം വർക്കേഴ്സ് ആണ്. ഈ ഫാം വർക്കേഴ്സ് എല്ലാവരും കൂടി ആ ഒരു ഡെഡ് ബോഡിക്ക് അവരുടെ ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ബറിയൽ നടത്തുന്നത് അതുപോലെ ആ ഡെഡ് ബോഡിക്ക് ആദരവൊക്കെ കൊടുത്തിട്ട് അവരുടെ ഒരു ഫാമിലി മെമ്പർ എന്ന നിലയിൽ ആ ഡെഡ് ബോഡി ബറി ചെയ്യാണ് ചെയ്യുന്നത്. നഥൻ ഗാർഡമർ എന്ന് പറഞ്ഞ റവല്യൂഷണറി റൈറ്ററിന്റെ
ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ നോവലിൻ്റെ എൻഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ലാസ്റ്റ് ആ ഒരു ഡെഡ് ബോഡി പൊന്തി വരികയും പിന്നീട് അവരൊരു പ്രോപ്പർ ബറിയൽ കൊടുത്തിട്ട് ആ ഡെഡ് ബോഡി ബറി ചെയ്യുന്നതും, അതായത് ആ ഫാം വർക്കേഴ്സ്, അതാണ് ഈ ഒരു നോവലിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും, ഇഫ് മെഹറിനാണ് ഇയാളുടെ സ്ഥാനത്ത് മരിച്ചു കിടക്കണമെങ്കിൽ ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബറിയൽ ചടങ്ങുകളൊന്നും അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം അയാൾ അത്രയും ഇവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് ഡൊമിനൻസ് എപ്പോഴും പൊളിറ്റിക്കലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ അവരെ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ മേജർ തീംസ് ഓഫ് ദ നോവൽ ദ കൺസർവേഷനിസ്റ്റ്. Race and class, mortality and rebirth, isolation and detachment, social justice, environmentalism and nature, human intervention. And the major one is the title itself, conservationist, how it's ironically represented in this novel, the conservationist. We talk about race and class. It explores racial and class divisions in South Africa, particularly how these divisions shape individual lives and relationships. ഈ റേസ് ആൻഡ് ക്ലാസിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ വന്നതോടുകൂടി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഇൻഡിവിജ്വലിനെയും അത് ബാധിച്ചിട്ടുണ്ട്. ഒരു ഇൻഡിവിജ്വലിനെ ബാധിക്കുമ്പോൾ അത് അവരുടെ റിലേഷൻഷിപ്പിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു നാട്ടിൽ ജീവിക്കാം, ഒരു കാലഘട്ടം മൊത്തം വൈറ്റിന്റെ താഴെ അടിമകളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റാത്തൊരു കാര്യമാണ്. അത്ര എഫക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഇൻഡിവിജ്വലിനെയും റിലേഷൻഷിപ്സിനെയും. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോർട്ടാലിറ്റി ആൻഡ് റീബർത്ത്. The image of the dead body on the farm, along with the cyclical nature of the seasons, symbolizes both mortality and the potential for renewal and rebirth, even in the face of destruction. That means മോർട്ടാലിറ്റി റീബർത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നമ്മൾ അടിച്ചമർത്തപ്പെട്ടാലും ഒരു കാലത്ത് നമ്മൾ റീബർത്ത് ചെയ്ത് വരും. നമ്മുടെ ദിവസമായിട്ട് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ഒരു ദിവസം റീബർത്ത് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ നോവലിൽ ഈ ഡെഡ് ബോഡി വീണ്ടും അവരെ ബറി ചെയ്തിട്ടും പിന്നെയും അത് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? നമ്മൾ എത്ര അടിച്ചമർത്തപ്പെട്ടാലും നമ്മളൊരു ദിവസം മുന്നോട്ട് വരും എന്നുള്ളൊരു ഇതാണ്, ഒരു ഹോപ്പിന്റെ സിമ്പിളാണ് ഇവിടെ മോർട്ടാലിറ്റി റീബർത്തും കാണിക്കുന്നത്. നെക്സ്റ്റ് തീമായിട്ട് വരുന്നത് ഐസോലേഷൻ ആൻഡ് ഡിറ്റാച്ച്മെന്റ് ആണ്. ദ പ്രൊട്ടോഗണിസ്റ്റ് മെഹറിൻ ഈസ് പോർട്രേഡ് ആസ് ഐസോലേറ്റഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് ബോത്ത് ഫ്രം ഹിസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രം ദ ലാൻഡ് ഹി അറ്റംപ്റ്റ് ടു കൺട്രോൾ, ഷോക്കേസിംഗ് ദ സൈക്കോളജിക്കൽ ടോൾ ഓഫ് സൊസൈറ്റൽ ഡിവിഷൻസ്. അതായത് നമ്മൾ പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള മെഹറിൻ എത്ര പണക്കാരനായാലും അയാൾ എപ്പോഴും അയാളുടെ ലൈഫൊന്നും അയാളുടെ ഫാമിലി എല്ലാത്തൊന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മാറി നിൽക്കുന്ന അയാൾ എപ്പോഴും ഒറ്റപ്പെട്ടുകൊണ്ടാണ്. ലൈഫിൽ കുറെ ഹയർ മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫാം വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും അയാൾക്ക് അയാളുടെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും എല്ലാത്തൊന്നും ഡിറ്റാച്ച്ഡ് ആണ്, വേറിട്ട് നിൽക്കുകയാണ് മെഹറിൻ ചെയ്യുന്നത്. അതിനർത്ഥം എന്താ? നമ്മൾ എത്ര ബാക്കിയുള്ളവരെ അടിച്ചമർത്താൻ നോക്കിയാലും എത്ര അവരെ ഭരിക്കാൻ നോക്കിയാലും നമുക്ക് ലൈഫിൽ അയാളുടെ ലൈഫിൽ, അതായത് ഈ വൈറ്റ്സിന്റെ ലൈഫിൽ അത്ര ഹാപ്പി അല്ല എന്നാ പറയുന്നത്. അവരെപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേച്ചറിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. One of the important themes in the novel is social justice and environmentalism. The novel connects the fight for ecological balance with the fight for social justice, highlighting the interconnectedness of environmental and social issues. അതായത് ഈ നോവലിൽ നമ്മൾ എക്കോളജിക്കൽ ബാലൻസിനെയും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെയും ഇന്റർകണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നല്ലൊരു ആളുകളുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എൻവയോൺമെന്റിനെ, അതായത് നമ്മുടെ നേച്ചറിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കുള്ളൂ. നേരെ തിരിച്ചാണ്, നമ്മൾ സൊസൈറ്റീനെ എപ്പോഴും നമ്മൾ ചൂഷണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ സൊസൈറ്റിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് അതുപോലെ അതേ സെയിം തന്നെ ആയിരിക്കും നമ്മൾ എൻവയോൺമെന്റിനോടും നേച്ചറിനോടും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ സൊസൈറ്റീനെയും എൻവയോൺമെന്റിലും ഒരു ബാലൻസിൽ ഇന്റർകണക്റ്റഡ്നെസ് ആയിട്ട് ഒരു പോസിറ്റീവ് വേയിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ബ്ലാക്സിനെ അടിച്ചമർത്തി അവർ ചൂഷണം ചെയ്യുന്നതും പിന്നെ ആ ഡെഡ് ബോഡി കാണുന്നതും പിന്നെ അതിനെ ബറി ചെയ്യുന്നതും പിന്നെ അത് പിന്നെയും ബറി ചെയ്തിട്ട് ആ സ്ഥലത്ത് നിന്ന് അത് പൊന്തി വരുന്നതും അതൊക്കെ നമ്മളെ എൻവയോൺമെന്റ് നമ്മുടെ വൈറ്റ്സിനോടുള്ള ഒരു വാർണിംഗ് പോലെയാണ് കൊടുക്കുന്നത്. നേച്ചർ പോലും എല്ലാവരും ഒരുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നേച്ചർ വൈറ്റ്സിന് ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഫ്ലഡിലൂടെ ചെയ്യുന്നത്. ദ കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കൺസർവേഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എൻവയോൺമെന്റിനെയും നേച്ചറിനെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി പരിപാലിക്കുന്ന ഒരാളാണ് കൺസർവേഷനിസ്റ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഇവിടെ മെഹറിങ്ങിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതായത് മെഹറിങ് ഒരു ഫാം വാങ്ങിച്ചെങ്കിലും ആ ഫാമിനോട് ഒരു സ്നേഹവും ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളെ മെഹറിങ് എന്ന് പറയുന്നത്. ആ ഫാമിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടുത്തെ ബ്ലാക്ക് പീപ്പിൾസ് ആണ്, അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ആ ഫാമിലെ എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടാക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരാണ് ആ ഫാമിനെ സ്നേഹിച്ച് അവരുടെ ഒരു ജീവിതമായി കണക്കാക്കിയിട്ട് അതിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ മെഹറിങ് ഒരു കൺസർവേഷനിസ്റ്റ് ആണെന്ന് ഐറണിക്കലി തെളിയിക്കുകയാണ് ഈ നോവലിൽ. So these are the main points and themes from The Conservationist by Nathan Cordimer. Hope you all like the video. Thank you so much.